ഇന്ന് രാവിലെ ഞാനൊരു 4 മണിയൊക്കെ ആയപ്പോൾ എണീച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എണീച്ചതിന് ശേഷം വിളക്ക് കത്തിച്ചിട്ടാണ് കേട്ടോ അടുക്കളയിൽ കയറിയത്. അപ്പോൾ തലേ ദിവസം ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നമുക്ക് ഉപ്പിടാതെ എടുത്ത് മാറ്റി വയ്ക്കാം, നാളത്തേക്കും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ ചായയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവിൽ ഉപ്പിട്ടതിന് ശേഷം നമുക്ക് ഇഡ്ഡലി തട്ടിലോട്ടാക്കിയിട്ട് നമുക്ക് ഇഡ്ഡലി വയ്ക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലോട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ ഇഡ്ഡലിയുടെ കൂടെ ചമ്മന്തി ആക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ എന്നും ഇഡ്ഡലി സാമ്പാറുമാണ്, അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു വെറൈറ്റിക്ക് ചമ്മന്തി ആക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്താ മാവ് ഒഴിച്ചിട്ട് നമ്മുടെ ഇഡ്ഡലി കുക്കറിനെ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ തിരികിയതിന് ശേഷം ബാക്കിയുള്ള ഇഞ്ചി, മുളക്, ഉള്ളി, കറിവേപ്പിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൂടി ഞാൻ കുറച്ച് കാടമുട്ടയും കൂടെ പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങയെല്ലാം കൂടെ മിക്സിയിലോട്ട് ആക്കിയിട്ട് അത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇതാ എൻ്റെ ചായ ഞാൻ എന്താ കുടിക്കാൻ കേട്ടോ. എനിക്ക് രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചായ കുടിച്ചു. പിന്നെ ഉഴുന്ന് പൊടി ആക്കാമെന്ന് വെച്ചിട്ട് ഉഴുന്ന് വറുത്ത് അത് പൊടിച്ച് വെച്ചു. അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.